ഡേ നമുക്ക് അടുത്ത ആഴ്ച മൂന്നാറിലൊരു ട്രിപ്പ് പോയാലോ? വീട്ടുകാരൊക്കെ അറിയാതെ സീനാവും ചുമ്മാ. എടി വീട്ടിൽ എന്ത് പറയണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എടാ എന്നാലും എന്തോ പറയും? ഓ പിന്നെ പറഞ്ഞാട്ടതൊന്നും പണ്ട് ഒരിടത്തും പോയിട്ടില്ലെന്ന്. എടി ചുമ്മാ ഷോറക്കല്ലേ. എടി പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് തന്ന സാധനം ഓർമ്മ, അതിനെക്കാട്ടി ഒരു അടാറ് ഐറ്റം വന്നിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യണമെങ്കിൽ മതി. എന്നാ പോവാ. എടാ താനാരാ? എന്താ ഇപ്പൊ പ്രശ്നം? മോളെ ഹരിച്ചേട്ടന്റെ മോളല്ലേ നീ? അതിനെന്താ, ഞാനും ഇവിടെ ഇരിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? മോളെ നീ ആരുടെ കൂടെ ഇരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടമാണ്, അതിവിടെ ആരും ഇവിടെ ചോദ്യം ചെയ്യണില്ല. പക്ഷെ ഇവൻ ശരിയല്ല. അഥവാ നിന്റെ കയ്യിലെ പാക്കറ്റ് എന്നപ്പോ എനിക്ക് മനസ്സിലായി. താൻ കുറേ നേരമായല്ലോ, കൂടുതൽ ഷോറക്കല്ലേ. നീ കാണിക്കുന്നതിനൊക്കെ നിന്നെ പിടിച്ച് അകത്തിടാനുള്ളതാണ്. കൂടുതൽ ഡയലോഗ് ചെയ്ത് പട കിടന്നു അടിയുണ്ട്. ഹരിച്ചേട്ടൻ വീട്ടിൽ തന്നെ കാണുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞോളാം. നീ എന്താ ഭീഷണിപ്പെടുത്തണ? നിനക്ക് ചെയ്യാൻ പറ്റണേക്കെ നീ അങ്ങ് ചെയ് കേട്ടാ. ചേട്ടാ 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 ഇതുവരെ അതൊന്നും വിട്ടില്ലേ? ആവശ്യമില്ലാതെ പിള്ളേരുടെ കാര്യത്തിലൊക്കെ ഇടപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഹരിച്ചേട്ടൻ്റെ വീട്ടിനിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമ്മുടെ ദക്ഷമുള്ള പ്രായം ഉണ്ടായിരുന്നുള്ളൂ, ശ്രേയ മോൾക്ക്. അവളെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ മോളെ ഓർമ്മ വരുന്നത്. അവളൊരുത്തൻ ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കൈകിട്ട് നോക്കി നിൽക്കുന്നത്? എന്നിട്ട് എന്തുണ്ടായി? പഴയ ഓർമ്മയൊന്നും ആ കൊച്ചിനില്ലല്ലോ ചേട്ടാ. നിങ്ങൾ ഇനി ഇത് ആലോചിച്ചുകൊണ്ടിരിക്കാതെ വല്ലതും ഒന്ന് കഴിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞ മുട്ട എവിടെ? അച്ഛൻ മറന്നുപോയോ ചക്കരെ? മറന്നോ? കൊള്ളാം, ഉള്ള മുട്ടയൊക്കെ തിന്നിട്ടെ അവസാനം പല്ലൊന്നും കാണൂല ചേട്ടാ. വാ. ആരാ? നീയാണോടാ സുനിൽ? അതെ, എന്താ കാര്യം? നീ ആട്ടയിൽ കയറുന്ന പെമ്പിള്ളേരെ ആളില്ലാ സ്ഥലത്തോണ്ട് കയറി പിടിക്കും അല്ലടാ. വെറുതെ മഹാഭാവം പറയല്ലേ. ഉള്ള പോകൃത്തിനെ മുഴുവൻ കാണിച്ചിട്ട് പോലീസിനോട് കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഞാനൊന്നും വീട്ടിൽ എനിക്കറിയത്തില്ല. ആയടി സംഭവിച്ചിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷക്കാരനെ പോലീസ് പൊക്കി. ശ്യാമയുടെ ഇത്രയൊക്കെ വേണമായിരുന്നോ? എനിക്കിപ്പോൾ നല്ല ടെൻഷനുണ്ട്. നീ ഒറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എടി നമ്മളിത് ചെയ്തില്ലെങ്കിലേ അവന് വരാം. ഇപ്പം നമ്മളെ ഒത്തുപോയി കിടന്നേനാ. എന്നാലും എടി നീ വലിയ സിമ്പതി ഒന്നും കാണിക്കണ്ട. നമ്മളിങ്ങോട്ടൊന്നും ചൊറിഞ്ഞിട്ടല്ലേ, കുറച്ചാൾ അകത്തിറക്കുമ്പോൾ പഠിച്ചോളവേ. മോളേതാ ചോറ് കഴിക്ക്. വേണ്ട അമ്മ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. നീ ആഹാരം കഴിക്കാതെ വല്ല അസുഖം വന്നാ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ ചെന്നൊരമ്മ എത്ര ദിവസമായി പോയിട്ട്? മോളിത് കഴിക്ക്. വേണ്ട. സുനിൽ ഈ അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങൂലേ? ആണോ അമ്മ? അച്ഛനെ ജയിലിൽ നിന്ന് ഉടനെ വിടൂലേ? അമ്മമ്മ വെറുതെ പറഞ്ഞ മോളെ, അച്ഛൻ പെട്ടെന്ന് വരും. ഈ കേസിനൊക്കെ ജാമ്യം കിട്ടാൻ ഭയങ്കര പാടാ. നീ നാട്ടുകാരുടെ വായിലുള്ളത് കേട്ട് ഇവിടെ നിൽക്കാതെ നിന്റെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. വാ മോളെ,
നീ അപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി? അവിടുന്ന് വരുന്ന വഴിയാ. നീ ഒരു 20 രൂപയ്ക്ക് കുറച്ച് മുട്ടായി എടുക്കും. ആ മക്കളെ, സ്കൂളിൽ പോയില്ലേ? ഞങ്ങൾ ഏയ്, നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കടയുടെ മുമ്പേ നീ കളിക്കില്ലേന്ന്. കയറി പോകത്ത്. ഏതൊക്കെ ടൈപ്പ് ആൾക്കാരെ കയറി വരുന്നതെന്ന് ആർക്കറിയാം. മോളെ, മോളെ, അച്ഛാ മോളെ, മോളെ. അച്ഛൻ വിചാരിച്ചു നോക്കും അച്ഛനെ കാണുന്നതിന് ഇഷ്ടമല്ലാതെ. എന്തോന്നായിട്ടാ നിങ്ങൾ ഈ പറയണത്? നിങ്ങൾ പോയി അന്നോട്ട് നേരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഈ കടയിൽ പോകുമ്പോഴും റോഡിൽ കൂടെ നടക്കുമ്പോഴൊക്കെ ഇവിടെ ഉള്ള ഓരോരുത്തർ ചേട്ടനെ പറ്റി എന്തൊക്കെ വൃത്തിയോട് പറയുമെന്നറിയോ? അപ്പൊ പോലും എന്റെ കൊച്ചെന്നെ കരയാൻ സമ്മതിച്ചിട്ടില്ല. ആണോ? ചേട്ടാ ഇത് എവിടെ പോണു? ഞാൻ വണ്ടി എടുത്ത് ഓടിയിട്ട് വരാം. അത് വേണോ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ? ചേട്ടാ ഇപ്പൊ സ്റ്റാൻഡിലോട്ട് പോയാൽ അവരെന്തെങ്കിലുമൊക്കെ പറയും. പറയുന്നവന്മാർ പറയട്ടെന്ന്. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ നീ നമ്മുടെ മോളും എന്നെ വിശ്വസിച്ചില്ലേ? ഇനി വേറെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. നാൽപ്പത് രൂപ. ചേട്ടാ വഴുതക്കാട് പോവോ? കഴിക്കും. ഇല്ല വേണ്ട.
എന്തു പറ്റി? വാടാ. ചേട്ടാ അവര് മര്യാദയ്ക്ക് മാറാ. വെറുതെ ഹീറോയിസം കാണിച്ച് തടി കടാക്കല്ലേ. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്കടാ. ഒന്നും ചെയ്യണ്ട, പ്രശ്നമാവും, കുഞ്ഞുണ്ട്. മോളെ അമ്മ എന്തിനാ നിന്നെ ഓട്ടിച്ചേ? നീ ഓക്കെ അല്ലേ? ചേട്ടാ ചേട്ടനെ ഞാൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടു ചേട്ടനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോളെ നീ അത് വിട്. ആരാ അവന്മാര്? അതാ ഷ്യാമിന്റെ ആൾക്കാരാ. ചേട്ടാ എന്നോട് ക്ഷമിക്കണം. അവനൊരു ചതിയനാണെന്നും എന്നെപ്പോലെ ഒരുപാട് പെൺപിള്ളേരെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിയാൻ വൈകിപ്പോയി. അവനൊരുത്തൻ കാരണം ഞാൻ ചേട്ടനെതിരെ കള്ളക്കേസ് കൊടുത്ത്. ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയൂന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ ആളെ വിട്ടേക്കും അവൻ. ഇപ്പൊ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ. മോളെ കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്ക് എപ്പോഴെങ്കിലും അവരുടെ സ്വഭാവം മനസ്സിലായല്ലോ. ഇനി അവൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ നീ അച്ഛനടുത്ത് അമ്മയടുത്തുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറ. എനിക്ക് ഉറപ്പാ ഹരിച്ചേട്ടൻ നിന്റെ കൂടെ തന്നെ നിൽക്കും. ചേട്ടാ അതിനു മുമ്പ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം. എനിക്ക് അവരോട് പറയണം ഞാനാണ് ചേട്ടനെതിരെ കള്ളക്കേസ് കൊടുത്തതെന്ന്. പറഞ്ഞിട്ട് എന്തിനാ മോളെ? നമ്മുടെ നാട്ടിൽ ഒരുത്ത മോശക്കാരെന്ന് വരുത്തി തീർത്താൽ പിന്നെ അവ എത്ര നല്ലത് ചെയ്താലും ആരും അത് അംഗീകരിക്കില്ല, വിശ്വസിക്കില്ല. പോലീസോട് വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം തുറന്ന് പറയാം. പക്ഷെ നമ്മുടെ നാട്ടുകാരോട് മൊത്തം പറയാൻ പറ്റുമോ? ചേട്ടാ എന്നാലും മോളെ നീ ഇതിൻ്റെ പിറകെ കിടന്ന് വെറുതെ ജീവിതം എല്ലാം ഉണ്ടാക്കണ്ട. മോള് വണ്ടിയിലോട്ട് കയറാം, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. സുനിലേട്ടാ ആ ഒന്ന് വേഗം വന്നേ. എന്തുവാ? ഇങ്ങ് വാ. എന്തുവാ? ശരിക്കും ഇതൊക്കെയാണ് നടന്നത്. സുനിലേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണ്. ഞാൻ സുനിലേട്ടനെതിരെ കള്ളക്കേസ് കൊടുത്തപ്പോൾ ഒരാൾ പോലും അത് സത്യമാണോന്ന് ചോദിച്ചില്ല. അല്ലെങ്കിലും ഇങ്ങനെ നല്ലവരായ ആൾക്കാരെ കുറ്റം പറയുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഇതിന് പിറകെ ആരൊക്കെ ഉണ്ടെന്നും അവരെന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതെന്നും ഞാൻ എന്തായാലും പോലീസിനോട് പറയും. സുനിലേട്ടനോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേരെ എനിക്കിനി എന്ത് ശിക്ഷ കിട്ടിയാലും ഞാനത് സ്വീകരിക്കും. പിന്നെ ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ സുനിലേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. സുനിലേട്ടൻ സോറി. ഇന്ത്യയിൽ പുരുഷന്മാർക്കെതിരെയുള്ള ഇത്തരം ഫേക്ക് കേസുകളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത്തരം പരാതികളിൽ 74% കേസുകൾ ഫേക്കാണ്. സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇത്തരം നിയമങ്ങളെ ചിലർ മിസ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നഷ്ടമാവുന്നത് പല നിരപരാധികളുടെ ജീവിതമാണ്. ഒരു റിലേഷൻഷിപ്പ് തകരുമ്പോൾ കാമുകനെ പകരം വീട്ടാനും പല കുറ്റകൃത്യങ്ങളും മറയ്ക്കാനും എന്തിന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ വരെ ചില സ്ത്രീകൾ ഇത്തരം ഫേക്ക് കേസുകൾ കൊടുക്കുന്നു. ഇത്തരം കേസുകളിൽ സത്യാവസ്ഥ തെളിയുന്നതിന് മുമ്പ് തന്നെ ആണുങ്ങളെ അറസ്റ്റ് ചെയ്യുകയും അവർ വാർത്തകൾ നിറയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്.
അതേസമയം സ്ത്രീകളുടെ പ്രൈവസി സംരക്ഷിച്ചുകൊണ്ട് അവരുടെ പേരുകൾ പുറത്തു വരുന്നുമില്ല. ഈ ഒരു ലൂപ്പ് ഹോള് പല സ്ത്രീകളും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിൽ വ്യാജ കേസുകളിൽ അകപ്പെട്ട് നാണക്കേട് താങ്ങാനാവാതെ ജീവൻ ഒടുക്കിയവർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പുരുഷന്മാരെ ഒരു തരത്തിലും സംരക്ഷിക്കാത്ത ഇത്തരം നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നു. താങ്ക് യു. നിരപരാധികളായ പുരുഷന്മാർ ഇത്തരം ഫേക്ക് കേസുകളിൽ അകപ്പെടാതിരിക്കാൻ നമ്മുടെ നിയമങ്ങളിൽ എന്തെല്ലാം മാറ്റമാണ് കൊണ്ടുവരേണ്ടതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ ആണുങ്ങളെ ദ്രോഹിക്കാനുള്ള വഴികളായി ഇനി ആരും ഉപയോഗിക്കാതിരിക്കും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളൊരു ആക്ടറോ ഡയറക്ടറോ കണ്ടൻറ് റൈറ്ററോ ആണെങ്കിൽ നിങ്ങൾക്കും SK ടോക്സ് ടീമിൻ്റെ ഭാഗമാകും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് എന്ന നിലയിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.